എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി മലക്കപ്പാറ പോവാണ്. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഇന്ന് ഉദ്ഘാടനമാണ്. രാവിലെ 10:15 ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തതും. ബെഹ്റ സാറ്, വിജയൻ സാറ്, അങ്ങനെ IPS ഉദ്യോഗസ്ഥർ ഒത്തിരി പേര് അതിൽ പങ്കെടുത്തു. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിയിലാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ അതിരപ്പള്ളി പിന്നിടുന്നു. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഗിരീഷേട്ടനാണ്, എൻ്റെ സുഹൃത്താണ്. എൻ്റെ സേവരട്ടൻ എൻ്റെ ഒപ്പം ഉണ്ട്. കാടൊക്കെ വളരെ മനോഹരമാണ്, നോക്കിയേ, വെള്ളച്ചാട്ടം. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്താണ്, എൻ്റെ പേരിൽ എന്തിനാണ്. നമുക്ക് നേരെ മലക്കപ്പാറയിലേക്ക് പോവാണ്. നമുക്ക് ഇനി വഴിയുള്ള യാത്ര കാണാം. ഇത് മയിലാണ്, നമ്മളെ വാഴച്ചാലിലാണ് ഇപ്പോൾ ഉള്ളത്. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ പോകുന്ന വഴിയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ജോഷി ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് വരികയാണ്. ജോഷി, എങ്ങനെ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നത് ആ പോലീസ് സ്റ്റേഷൻ കണ്ടപ്പോൾ ഒരു ദിവസം ആ ജയിലിലൊന്ന് കിടന്നാലോ എന്ന് തോന്നി. കാരണം അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. അതിൻ്റെ ആ ജയിലിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റപ്പുറത്തുള്ള ഫുള്ള് സ്ഥലം നമുക്ക് കാണാം. ഒരു സുഖവാസ കേന്ദ്രം പോലെയാണ് ഈ മലക്കപ്പാറ സ്റ്റേഷൻ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ MP നേരത്തെ ഉണ്ടായിരുന്ന MP വന്നിട്ടില്ല, ഇന്നസെന്റ്. പക്ഷേ ഇന്നസെന്റ് വന്നിരുന്ന എന്തായിരിക്കും ഇന്നസെന്റ് സാർ പറയുന്നത്? ഇയാള് വീണോടും ഇയാളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഞാൻ ഇയാളോട് പറയും, എൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ അജി വർക്കല്ല എന്ന് പറയുന്ന ആളെ ഞാനൊരു വേണ്ട, കോവിഡാണ്. അപ്പൊ ഒരു കാര്യമുള്ളത്, നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലത്ത്, അല്ല നമ്മുടെ ഈ അതിരപ്പള്ളി ഇപ്പൊ മലക്കപ്പാറ എത്താൻ പോണു. പിന്നെ വലിയൊരു കലാകാരൻ, വളരെ ഇപ്പൊ ഈ കോവിഡ് കാലത്ത് വീട്ടിലിരുന്നുകൊണ്ട് അദ്ദേഹം നല്ല നല്ല പ്രോഗ്രാം ചെയ്ത് ഒത്തിരി പേരെ ആനന്ദിപ്പിച്ച വലിയൊരു കലാകാരൻ എന്നോടൊപ്പം ഉണ്ട്. അബീഷ് നമ്മുടെ ഒപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത്, ചേട്ടൻ്റെ പേരെന്താണ്? ശ്രീകുമാർ ചേട്ടൻ ഒരു ബിസിനസ്സുകാരനാണ്, ഗൾഫിലാണ്. ശ്രീകുമാർ ചേട്ടാ, എങ്ങനെയാണ് ഇപ്പൊ ഈ യാത്രയിൽ തോന്നിയ കാര്യങ്ങൾ? ഒരു രസകരമായ യാത്രയാണ്. നമ്മൾ മലക്കപ്പാറ പോയി. ഇന്നലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ കഴിഞ്ഞു. കോവിഡ് കാലത്ത് ആർക്കും കൂടുതൽ എന്റർടൈൻമെന്റ് ഇല്ല എങ്കിലും നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന, ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖം കാണിക്കാതെ ചിരിപ്പിക്കുന്ന ഒത്തിരി കലാകാരന്മാർ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അബീഷ് എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ എന്നോടൊപ്പം. അബീഷ്, എന്താണ് ഈ ഉദ്ഘാടനമായിട്ട്, മലക്കപ്പാറ സ്റ്റേഷൻ ഉദ്ഘാടനമായിട്ട് തോന്നുന്നത്? അത് നല്ലൊരു, എന്താ പറയുക, നല്ലൊരു ഫീലാണ് അവിടെ ചെല്ലുമ്പോൾ. നല്ലൊരു ഇതുവരെ നമ്മൾ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഒരു, എന്താ പറയുക, ഒരു നല്ലൊരു എന്തെങ്കിലും തെറ്റുകൾ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ പ്രകൃതിയുടെ ഭംഗി കൊണ്ട് നമ്മളവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അബീഷും ജോഷിയും പിന്നെ വേറെ കലാകാരുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. വന്നതെനിക്കൊന്ന് പ്രിയപ്പെട്ട നമ്മുടെ റോയി സാറ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്, പോലീസാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബന്ധം വലിയൊരു ബന്ധമാണ്, കലാകാരന്മാരായിട്ടുള്ള വളരെ നല്ല സുഹൃത്താണ്. അപ്പോൾ ഈ അവസരത്തിൽ എന്താണ് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഐറ്റം പറയാനുള്ളത്? എന്താണ്? ഞാൻ ഒരു നടന്റെ ശബ്ദം എടുക്കാം. നമ്മുടെ സലീംകുമാർ ഏട്ടന്റെ ശബ്ദം. അളിയ മദ്രാസാണത്രേ, മദ്രാസിനെ കുറിച്ച് മിണ്ടരുത്. മദ്രാസിലുള്ളവർ എല്ലാവരും പറയുന്നു പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്നത്. ആട്ടെ, ഈ ദലാല കമ്പനിയുടെ മാനേജർ മാത്രമല്ല, ഓണർ കൂടിയാണ്. ന്യായംകുട്ടി പി എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. അത് മാറ്റി ഞാൻ ന്യായാവി എന്നാക്കി. എന്നപ്പോൾ ഞാനങ്ങോട്ട് എന്തായാലും ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ മലക്കപ്പാറ സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. എന്തായാലും അഭിഷേക്, വളരെ സന്തോഷമുണ്ട്. വേറൊരു കലാകാരൻ നമ്മോടൊപ്പം ഉണ്ട്, നല്ലൊരു ഗായകനാണ്, സുന്ദരക്കുട്ടനാട്ടാ, നല്ല ഒരു സുന്ദരക്കുട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. പ്രിയപ്പെട്ട
സജാദ് എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? ഈ ഒരു ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധിച്ചതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ഒരു യാത്ര ഈ കോവിഡ് സമയത്ത് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയെടുക്കാനും അല്ലെങ്കിൽ സംസ്കരിച്ചെടുക്കാനും പറ്റുന്ന ഒരു യാത്രയായിരുന്നു. നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് പ്രോഗ്രാംസും ഷോയും ഇല്ലാതെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു. പിന്നെ എക്സ്പെഷ്യലി നമ്മളുടെ റോയ് സാറ്, പിന്നെ പോലീസ് അധികാരികൾ, എല്ലാവരും പോലീസുകാർ നമുക്ക് സുഹൃത്തുക്കളാണ് എല്ലാവരും. അപ്പോൾ അവരുടെ ഒരു ചെറിയ പ്രോഗ്രാമായിട്ട് പോയതിൽ സന്തോഷമുണ്ട്. സജാദ് 2 ലൈൻ പാട്ട്. ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे हम मगर तेरा साथ ना छोड़ेंगे ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे हम मगर तेरा साथ ना छोड़ेंगे. ഓക്കെ, വീണ്ടും കാണാം കേട്ടോ. ഒത്തിരി സന്തോഷം. നമ്മൾ ഈ വഴി മധ്യ വെച്ച് ഇവരെ കാണാൻ സാധിച്ച് വളരെ സന്തോഷമുണ്ട്. വീണ്ടും നമ്മൾ യാത്ര ചെയ്യാണ്. ഇനി ഒരു 30 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, ജീവിതത്തിൽ ഇതൊക്കെ കിട്ടുന്ന വളരെ വിരളമായി കിട്ടുന്ന ഒരു സമയമാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയുടെ നിമിഷം നമ്മൾ ദൈവം തന്ന പ്രകൃതി, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലൂടെയാണ് സഞ്ചരിക്കുക. ഇതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഇതൊന്നും നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇന്ന് നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര. ഈ യാത്ര മധ്യയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇതൊന്നും മലിനമാക്കരുത്. നമ്മുടെ ഈ വനം, ഈ ഇത് നോക്കി എത്ര മനോഹരമാണെന്ന് നോക്കി. ഇതവിടെ റോഡ് പണി നടക്കുകയാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പോയതാണ്. അപ്പോൾ ഇതിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷോളാറിൻ്റെ തീരത്തൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 4 മണി കഴിഞ്ഞു. അപ്പോൾ വളരെ തണുപ്പുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. തമിഴ്നാട് ബസ് ഇതാ പാസ് ചെയ്യുന്നു. തേയിലത്തോട്ടമാണ്. മനസ്സിന് എത്ര ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും, എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും, ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകൾ അധികം ദൂരേക്കൊന്നും പോണ്ട. ഇത് ജസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 60-70 കിലോമീറ്ററിന് ഉള്ളിലുള്ളൂ. എൻ്റെ മനസ്സ് റിലാക്സ് ആവും. എൻ്റെ എന്നല്ല, എല്ലാവരുടെയും മനസ്സ് കുളിരണിയിക്കുന്ന, കാശ് ചെലവ് അധികം ഇല്ലാതെ വളരെ റിലാക്സായി വന്ന് ഫാമിലിയോട് കൂടി വന്ന് തിരിച്ചു പോകാൻ പറ്റുന്ന നല്ല നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. എൻ്റെ കൂടെ വന്ന സുഹൃത്തെന്ന് പറഞ്ഞില്ലേ, ഗിരീഷേട്ടനാണ്. അദ്ദേഹം ഈ പച്ചക്കറികളായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ആളാണ്. തമിഴ്നാട് നിന്നാണ് അയാൾക്ക് പച്ചക്കറി വരുന്നത്. പക്ഷേ അദ്ദേഹം കണ്ടിട്ട് പറഞ്ഞു വളരെ മനോഹരമുണ്ട്. എന്താണ് ചേട്ടാ ഈ പ്രകൃതിയെ കണ്ടിട്ട് എന്താണ് പറയുന്നത്? പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇത്ര സുന്ദരമായൊരു സ്ഥലം നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് നമുക്ക് പലരും പോയിട്ടുണ്ടാവായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇത്ര നല്ലൊരു പ്രകൃതി സുന്ദരമായ സ്ഥലം ഈ അടുത്ത് പച്ചപ്പ് പിടിച്ച് അത്ര ഭംഗിയിൽ കിടക്കണേ. ഇന്നത്തെ ഒരു ട്രിപ്പ് എങ്ങനെ തോന്നുന്നു? വളരെ ഭംഗിയായി. വളരെ ഭംഗിയെന്ന് പറഞ്ഞാൽ ഇത്ര നല്ലൊരു ട്രിപ്പ് ഈ അടുത്ത് ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ, നമ്മൾ വഴിയിൽ ഒരുപാട് മനോഹര കാഴ്ചകളെ കണ്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് മലക്കപ്പാറ പുതിയ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. നമുക്ക് അതിനകത്തോട്ട് പോകാം. DYSP സന്തോഷ് സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സാറിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഒരു പുതിയ സ്റ്റേഷൻ്റെ ഇത് വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിച്ചത്? സാർ, വളരെ മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് തേയിലത്തോട്ടവും ഈ കാലാവസ്ഥയും എല്ലാം വളരെ മനോഹരമായിട്ട്. എങ്ങനെയാണ് സാറേ ഇത്തരത്തിൽ ഒരു പണി കഴിപ്പിക്കാൻ സാധിച്ചത്? ബോർഡർ പോലീസ് സ്റ്റേഷൻ എന്നുള്ള അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഭാവിയിലേക്ക് ഉണ്ടാകുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു പോലീസ് സ്റ്റേഷൻ. ഇത് ഏകദേശം 7000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതുവരെ ഏകദേശം 1.5 കോടി രൂപയുടെ ചെലവിലാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനപ്രതിനിധികളടക്കം നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരടക്കം ഇതിൻ്റെ ഫുൾ സപ്പോർട്ട് അതിനനുസരിച്ചിട്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞത്. ഏകദേശം 1 വർഷം എടുത്ത് മാത്രമേ ഉള്ളൂ ഈ രീതിയിലേക്ക് എത്താൻ. അപ്പോൾ ഇത് പിന്നോട്ട് പ്രവർത്തനം തുടങ്ങുകയാണ്. നാട്ടുകാരെല്ലാവരും തന്നെ പൂർണ്ണ സഹകരണം ഇതിന് ലഭ്യമായിട്ടുണ്ട്. ഇതിനി തുടർന്നു കൊണ്ടുപോകുന്നു വിശ്വസിക്കുന്നു. ഈ കോവിഡ് കാലത്തിൽ ഇവിടുത്തെ സുരക്ഷയെക്കുറിച്ച് എന്താണ് സാറിന് പറയുന്നത്? അത്
ഓൾറെഡി പ്രത്യേകിച്ച് തേയില തൊഴിലാളികളും അതെല്ലാം ജില്ലാ ഭരണകൂടത്തിനോടനുബന്ധിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് പോസിറ്റീവ് കേസുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ പോസിറ്റീവ് കേസുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ബോർഡറിൽ പരിശോധന വളരെ കർശനമാണ്. ആരോഗ്യവകുപ്പും പഞ്ചായത്തും അതുപോലെ തന്നെ പോലീസിൻ്റെയും പരിശോധന വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. മലക്കപ്പാറ CA ദീപു സാർ എന്നോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിക്കാം, പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് സാറ് വന്നിരിക്കുന്നത്. ഇന്ന് ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ സാർ? 27 ജോയിൻ ചെയ്തു. സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ 27-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. കൂടുതലായിട്ട് സ്ട്രക്ചർ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങൾക്കും സഹായിച്ചത് നമ്മളെ മുരളി SI ആണ്. ഞാൻ 5 ദിവസം ആകത്തുള്ളൂ. അപ്പോൾ ഇത് പ്രകൃതി രമണീയമാണ്, ബോർഡർ സ്റ്റേഷനാണ്, ട്രൈബ്സ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്, ഒരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഈ കോവിഡായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തേയില തൊഴിലാളികളും മറ്റു തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമാണ്, ആദിവാസികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിൽ എന്ത് സുരക്ഷയാണ് ഇവർക്ക് ഈ കോവിഡ് കാലത്ത് കൊടുക്കാൻ പോലീസ് സാധിക്കും? തീർച്ചയായിട്ടും ഇവിടെ കോവിഡിനെ തടഞ്ഞു നിർത്തിയത് ഇവിടെ പോലീസ് തന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ അറിഞ്ഞത് 3 പേർക്കായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ളൂ. ഇവിടെ വ്യാപനം വളരെ ഇല്ല. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോർഡർ ചെക്കിംഗ് ഉണ്ട്. ഹെൽത്ത്, പോലീസ് അതുപോലെ ചെക്കിങ്ങാണ്. വ്യാപനം വളരെ കുറവാണ്. സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് എന്തൊക്കെ വേണം, പ്രത്യേകിച്ച് കസാര അല്ലെങ്കിൽ ഇവിടെയുള്ള ഉപകരണങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരു ദിവസം ഞാനും സാറിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നമ്മുടെ SI സാറ് മുരളി സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. SI സാറിനോട് ചോദിക്കാം, എത്തരത്തിലാണ് ഇങ്ങനെ മനോഹരമായൊരു കെട്ടിടം രൂപകൽപ്പന ചെയ്യാനുള്ള കാരണം എന്താണ്? എന്താ സാർ ഇത്തരത്തിലൊരു വലിയ മനോഹരമായിട്ടുള്ള പഴയ പോലീസ് സ്റ്റേഷനെ പോലെയല്ല, വളരെ മനോഹരമായിട്ടൊരു പോലീസ് സ്റ്റേഷനാണ്. അത് സാറിന്റെ പ്രയത്നവും ഒത്തിരി അതിൽ ഉണ്ട്. എന്താണ് അതിനെ കുറിച്ച്? 1982-ലാണ് ഈ സ്റ്റേഷൻ ആരംഭിച്ചത്. അന്ന് ടാറ്റയുടെ ഒരു ഫീൽഡ് ഓഫീസറുടെ ഒരു ബംഗ്ലാവാണ് നമുക്ക് കിട്ടിയത്. അന്ന് ചോർന്നടിക്കുന്ന ബംഗ്ലാവായിരുന്നു. കുറച്ച് മാറ്റം വരുത്തി കുറച്ച് സെല്ലൊക്കെ പണിത് ആരംഭിച്ചു. ഞാൻ 98-ലാണ് ഇവിടെ പോലീസുകാരായിട്ട് വന്നത്. അന്ന് തുടങ്ങി ആ നാൾ തുടങ്ങി ഇതുവരെ വർക്ക് എല്ലാ പോലീസുകാരും ഒരു ആഗ്രഹമായിരുന്നു ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക വെച്ചാൽ. പക്ഷേ മറ്റുള്ള സ്ഥലത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുക വെച്ചാൽ. കാരണം ഇവിടെ മൊത്തം ലാൻഡ് ടാറ്റ കയ്യിലാണ്. ഇവിടുത്തെ ലാൻഡ് അൺറിസർവ്ഡ് ഫോറസ്റ്റാണ്. ആ ലാൻഡ് വിട്ടിടുക തന്നെ ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്റ്റേഷനാണിത്. പിന്നെ മാവോയിസ്റ്റ് ഭീഷണിയും ടൂറിസ്റ്റ് സെൻ്ററും ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അതിന് ഉള്ള രൂപകൽപ്പനയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചത്. അങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമായി. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകരും പ്രത്യേകിച്ച് സന്നദ്ധ സംഘടനകളെല്ലാം നമ്മളിവിടെ സഹായിച്ചു. ഗുഡ്നസ് ടീമിനെ പറ്റി ഞാൻ വളരെ നല്ല അഭിപ്രായമാണ്. നമ്മൾ എന്ത് കാര്യത്തിൽ ഞാൻ ആദ്യം ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ചെന്നപ്പോൾ നമുക്ക് 100% നമ്മളൊരു വാക്ക് പറഞ്ഞോളൂ, നമുക്ക് വളരെ നല്ല സഹായം നിങ്ങളുടെ കയ്യിൽ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതിന് നന്ദി. ഞാൻ ഈ സ്റ്റേഷനിൽ വർക്കിയ സബ് ഇൻസ്പെക്ടർ നിലക്ക് ഞാനായിരുന്നു ഇവിടെ ഒരു വർഷക്കാലം CA വന്നിട്ടുള്ളൂ. ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ മനോഹരമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ എൻ്റെ ഇതിൽ ആദ്യമായിട്ട് കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ റൂറൽ ഒരു മനോഹരമായ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. തീർച്ചയായിട്ടും നേരത്തെ സാറ് പറഞ്ഞ പോലെ കോവിഡ് കാലം ആണെങ്കിൽ പോലും ഇത് നോക്കി എത്ര മനോഹരമായിട്ടാണ് തൈലത്തോട്ടം, ഇതിൻ്റെ നടുകത്താണ് ഒരു പോലീസ് സ്റ്റേഷൻ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പോലീസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോലീസ് സ്റ്റേഷനും. അപ്പം നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണിത്. കോവിഡിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. പോലീസിൻ്റെയും ആരോഗ്യ പ്രവർത്തനത്തെയും പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾക്കൊള്ളണം. ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തത്. സേവരേട്ടനുണ്ട്, ഗിരീഷ് ഏട്ടനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് യാത്ര ചെയ്ത് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് വന്നത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട റോയ് സാറ് ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാണ്. ഞാൻ റോയ് പൗലോസ്, മലക്കപ്പാറ സ്റ്റേഷനിലെ ASI ആണ്. നിങ്ങൾ കണ്ടു കാണും, മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ വളരെ മനോഹരമായിട്ട് പണി തീർന്നിരിക്കുകയാണ്. നമ്മുടെ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 7000-ഓളം സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തരം ബിൽഡിംഗ് ആണ് ഇത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ മലക്കപ്പാറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്ര നല്ലൊരു ബിൽഡിംഗ് ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 88 കിലോമീറ്റർ യാത്ര ചെയ്ത് മലക്കപ്പാറയിലെത്തുമ്പോൾ മലക്കപ്പാറയിൽ ടാറ്റ ടീയുടെ ഉടമസ്ഥയിലുള്ള ഏകദേശം 1800 ഹെക്ടർ സ്ഥലത്താണ് ഇവിടെയുള്ള ആൾക്കാരുകളും ഇവിടെയുള്ള തൊഴിലാളികളും താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടാണ് നമ്മുടെ അധികാരികളും നമ്മുടെ മേലുദ്യോഗസ്ഥരും കൂടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പോലീസ് സ്റ്റേഷൻ. ഇതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് സൂപ്രണ്ട്
ഇതിൻ്റെ പണി തുടങ്ങിയ ഘട്ടം മുതൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ സ്റ്റേഷൻ സന്ദർശിക്കുകയും ഇതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇപ്പോൾ പണി തീർന്നതും ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയിലെത്തിയതും. ഇത്ര നല്ല മനോഹരമായി തീർന്നു. പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടുന്ന് വരുമ്പോൾ 88 കിലോമീറ്റർ, ഈ 88 കിലോമീറ്ററും നമുക്കൊന്ന് കണ്ണ് ചിമ്മാതെ തന്നെ കാണേണ്ട ഒരു സ്ഥലങ്ങളാണ്. കാരണം അതിരപ്പള്ളിയുണ്ട്, വാഴച്ചാലുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പല പല ഡാമുകളുണ്ട്, പല പല പുഴകളുണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾ അതിമനോഹരമായ ഒരു യാത്ര കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അത് തന്നെയല്ല, ഇവിടുത്തെ ഈ ജനങ്ങൾക്ക് ഒരു പേടിയിലും മടി കൂടാതെയും വരാൻ പറ്റിയ ഒരു പോലീസ് സ്റ്റേഷനാണ് ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ ആദ്യമായി തന്നെ നിങ്ങളോട് എല്ലാവരോടും ഇത് ഈ ഉദ്ഘാടന ചടങ്ങ് നന്നാക്കാനും ഇത് ഇത്ര മനോഹരമാക്കാനും ഈ പോലീസ് സ്റ്റേഷൻ പണിയാനും ഒക്കെ സഹായിച്ച ഇവിടുത്തെ ജനങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഇവിടുത്തെ പോലീസിൻ്റെ മേലുദ്യോഗസ്ഥരുണ്ട്. എല്ലാവരോടും മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ്. Sri Radhakrishnan A.K. SA State Special Branch. പോലീസ് സ്റ്റേഷന് വേണ്ടി പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ കേരള മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയനോടുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനമാണ്. അപ്പോൾ എന്തായാലും വിജയൻ ചേട്ടനെ പോലെയുള്ള ജോംപോൾ ചേട്ടനുള്ള ആൾക്കാരെല്ലാം വന്നു. ഈ സ്റ്റേഷനെ കുറിച്ചും ഈ പ്രകൃതി മനോഹരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്രയും പ്രകൃതി മനോഹരമായൊരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പുതിയതായിട്ട് പണിതു. പിന്നെ അത് മാത്രമല്ല, ജനങ്ങളായിട്ടുള്ളൊരു പോലീസിൻ്റെ സമ്പർക്കം, അവരായിട്ട്, അതായത് പോലീസും ജനങ്ങളും തമ്മിലുള്ളൊരു ബന്ധം, അത് വളരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ പോലീസിന് സാധിച്ചു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ പുതിയ ഉദ്ഘാടനം നടന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. വിജയൻ ചേട്ടൻ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ മലക്കപ്പാറ വന്ന് കണ്ടപ്പോൾ സാധാരണ ഒരു ടൂർ പോവുക അല്ലെങ്കിൽ ഒരു ഇങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പോവുക എന്നൊരു സ്ഥിതിയിലേക്കാണ് ഓരോ ദിവസം നമ്മൾ ഓരോ ഇതിൽ പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പേടി തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷൻ കാണുമ്പോൾ ഒരു ഭീകരത തോന്നുന്ന ഒക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴും കാണുമ്പോൾ അങ്ങനെ അതെന്നൊക്കെ മാറിയിട്ട് ആർക്കും എപ്പോഴും കയറി വരാവുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ. ഇത് കണ്ടപ്പോൾ എന്താണ് ചേട്ടന് തോന്നിയത്? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാനൊരു പോലീസുകാരനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായി. കാരണം ഇതിനു മുന്നേ ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ഞാനും SI വിനയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോയി ഞങ്ങളും കൂടി കുറച്ച് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു പിള്ളേർക്കൊക്കെ. അതാണ് ഈ പോലീസും മറ്റേ ജനങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആദ്യത്തെ കാലത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയും ഭയമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോലീസും നമ്മൾ ജനങ്ങളുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്ത് പോകണമാണ്. അത് തന്നെയാണ് വലിയൊരു വിജയം തന്നെ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു, ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും നല്ലൊരു പോലീസ് സ്റ്റേഷൻ, ഇത്ര വലിയൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത്. കാരണം ആ ജനങ്ങളും ഈ നമ്മുടെ പോലീസുകാരും കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് കൂട്ടായ്മ മിങ്കിൾ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു പോലീസ് സ്റ്റേഷൻ ഇവിടെ വന്നത്. കാരണം ഇപ്പോൾ ഇന്നലെ അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്കറിയാം ഋഷിരാജ് സിംഗ് സാറ്, അങ്ങനെ കുറേ VIP വന്നു. പിന്നെ നമ്മുടെ ഗവൺമെൻറ് മുഖ്യമന്ത്രി അത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു.
അതൊക്കെ വലിയ നമ്മളൊക്കെ സംബന്ധിച്ച് ഞങ്ങളെ പോലീസിന് വലിയൊരു പ്രൗഡാണത്. കാരണം ഇത്രയും വലിയൊരു പോലീസ് സ്റ്റേഷൻ പണിയാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണത്. തീർച്ചയായിട്ടും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. സാധാരണ കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു പക്ഷേ വരാൻ ഭയമുണ്ട്. ഇപ്പം ജനമൈത്രി പോലീസാണ്, ജനങ്ങളോട് അടുത്ത് ഇണങ്ങി നിൽക്കുന്ന പോലീസാണ് ഇപ്പോൾ ഉള്ളത്. ഈ പോലീസ് സ്റ്റേഷനിൽ അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? ഇല്ല, കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ പോലീസ് സ്റ്റേഷനല്ല, എല്ലാ പോലീസ് സ്റ്റേഷനും ജനങ്ങളായിട്ട് ഭയങ്കരമായിട്ട് സമ്മർദ്ദം പുലർത്തുന്നതാണ്. അതുകൊണ്ട് പോലീസുകാരുടെ അടുത്ത് ചെല്ലാൻ എന്ത് കാര്യങ്ങളും പറയാൻ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത സമയമാണ് ഇപ്പോൾ. അതാണ് ഏറ്റവും വലിയ വിജയം. നമ്മുടെ കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാണ്. നമുക്കറിയാം, കാരണം ലോക്ക്ഡൗൺ സമയത്ത് ഇപ്പോൾ ഈ ഡോക്ടർമാരും ഈ നഴ്സുമാരും അതേപോലെ പോലീസും ഹെൽത്തും അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ട് ജനങ്ങളെ അത്രയധികം സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഈ കൊറോണ സമയത്ത് വരെ അങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മളൊക്കെ സംബന്ധിച്ച് വലിയൊരു പ്രൗഡാണ്. കാരണം പോലീസും ഹെൽത്തും ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഫ്ലഡ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജാതിഭേദം വ്യത്യാസമില്ലാണ്ട് അത്രയും ഉള്ളിലേക്ക് ചെല്ലണം. അത് വലിയൊരു സംഭവം തന്നെയാണ്. ഈ COVID-19 കൊറോണ വൈറസ് വ്യാപനം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. നേരത്തെയൊക്കെ 1, 2, 3 കേസൊക്കെ തുടക്കകാലത്ത് നമ്മൾ ഒരുപാട് ജാഗ്രതയോടെ മുന്നോട്ട് പോയി. പക്ഷേ ഈ സമയം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കൈവിട്ടു പോയ ഒരു സമയമാണ്. എന്താണ് പ്രേക്ഷകരോട് ഈ സമയത്ത് ചേട്ടൻ പറയാം? ഇല്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഭയങ്കരമായിട്ട് കൂടി. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര കൂടി നിൽക്കുന്ന സമയമാണ്. നമ്മൾ ആ ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെയാണ് നിന്നത് അതേമാതിരി തന്നെ പോയാൽ തന്നെയാണ് നമുക്ക് അതിനെ ഇത്ര മഹാരോഗത്തിന് നമ്മൾ തന്നെ വിചാരിക്കണം. ആ രോഗം പോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചിട്ട് ആ രോഗം പോകുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഇതിനേക്കാളും വലിയ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ തന്നെ കുറച്ചുകൂടി സാക്രിഫൈസ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് ഇപ്പോൾ സർക്കാർ എന്താ പറയുക അതവർ നടക്കാൻ വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും വലിയ രോഗത്തിനെ അകറ്റാൻ പറ്റും. കാരണം മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് റെഡിക്കും. അതിൻ്റെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ, അത്ര സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചാൽ പറ്റും. ആ ഒരു പേടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കും. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ, ഇത്രയും വലിയ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.